ഹായ് വെൽക്കം ബാക്ക്. ഇന്ന് വന്നിട്ടുള്ളത് എപ്പോഴത്തെയും പോലെ തന്നെ ഒരു ഡേ ഇൻ മൈ ലൈഫായിട്ടാണ്. ഇതിൽ ഇന്നത്തെ വീട്ടിലെ കുറച്ച് വിശേഷങ്ങളും ക്ലീനിങ്ങും കുക്കിങ്ങും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ വീഡിയോ മൊത്തത്തിൽ കണ്ടു നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറന്നു പോകരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ രാവിലെ മോള് സ്കൂളിലേക്ക് പോയിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാനിവിടെ കുറച്ചൊരു ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് നിന്നിട്ടുള്ളതാണ്. ക്ലീനിങ് എന്ന് പറയുമ്പോൾ ആദ്യം എനിക്ക് കിച്ചണിൽ ഈ ഒരു സൈഡിലായിട്ടൊരു ഡ്രോയർ ഉണ്ട്. അപ്പോൾ അതിൽ ഞാനിങ്ങനെ ഈ നമ്മുടെ സ്റ്റോറേജ് ബോക്സസ് ഇല്ലേ, ഈ ഫ്രിഡ്ജിലേക്ക് നമ്മൾ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് വെക്കില്ലേ, അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യണ ബോക്സസും അതുപോലെ തന്നെ ലഞ്ച് ബോക്സൊക്കെ ഇല്ലേ, മോളുടെയൊക്കെ ലഞ്ച് ബോക്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഈ ഒരു ഡ്രോയറിലാട്ട് ഓർഗനൈസ് ചെയ്ത് വെക്കൽ. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ആഴ്ച ഒരിക്കലെല്ലാം അല്ലെങ്കിൽ ഒന്നൊന്നര ആഴ്ചയിലൊക്കെ ഞാൻ ഇതൊന്ന് ക്ലീൻ ചെയ്യട്ടെ. ഇതിൽ എന്തെങ്കിലുമൊക്കെ പൊടി ഉണ്ടെങ്കിൽ നമ്മളെപ്പോഴും എന്താ പറയുക, അടക്കം തുറക്കുകയൊക്കെ ചെയ്യുന്ന ഒരു ഡ്രോയർ ആയതുകൊണ്ട് തന്നെ അതിനുശേഷം എനിക്ക് കിച്ചണിൽ കുറച്ചൊരു ഈ നമ്മുടെ ഈ എന്താ പറയുക പയർ അങ്ങനെയുള്ള ആ വകയിൽ പെട്ടിട്ടുള്ള പൾസസൊക്കെ ഇല്ലേ, അതൊക്കെ വെക്കുന്ന ആ ഒരു സ്പേസ് ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ചായി, ഞാനൊരു 1.5 മാസത്തോളമായി അത് ഒന്ന് ക്ലീൻ ചെയ്യണം എന്ന് കരുതിയിട്ട്. നമ്മളതങ്ങനെ എപ്പോഴും ക്ലീൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, പക്ഷേ ഇടയ്ക്ക് അത് ക്ലീൻ ചെയ്തില്ലെങ്കിൽ നമ്മൾ ഡെയിലി എടുക്കുമ്പോൾ വെക്കണതൊക്കെ അല്ലേ, അപ്പോൾ അത് ഇതായിട്ടുണ്ടാവും. അപ്പം ക്ലീനിങ് എന്ന് പറയുമ്പോൾ എനിക്ക് ആ കുപ്പികളൊന്ന് കഴുകി ഉണക്കാനുണ്ടായിരുന്നു. അപ്പോൾ ചിലതിലൊക്കെ സാധനങ്ങൾ തീർന്നിട്ടുണ്ടായിരുന്നു, പിന്നെ ചിലതിൽ തീരാത്തത് ഞാനൊരു പത്രത്തിലേക്ക് മാറ്റൂട്ടാ. അതിനുശേഷം കുപ്പി കഴുകി വെച്ചിട്ട് പുതിയ ഇത് പൊട്ടിച്ച് ഇട്ട് വെക്കും, അങ്ങനെയാണ് ചെയ്യൽ. അപ്പോൾ ഇതിനകത്ത് കുറച്ച് ലേബിൾസും കൂടെ ഒട്ടിച്ച് വെച്ച് കൊടുക്കുക കേട്ടോ. കുറച്ചൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള പണികൾ അതാ ഞാൻ പറഞ്ഞ 1.5 മാസമായിട്ട് ഇത് ഇന്ന് ചെയ്യണം എന്ന് കരുതിയിരിക്കുന്ന കാര്യമായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിന്നിട്ടുള്ളതാണ്. ചില സമയത്തൊന്നും 1 മാസത്തിന് മുമ്പൊക്കെ ക്ലീൻ ചെയ്യും കേട്ടോ. അങ്ങനെയൊന്നും എനിക്കങ്ങനെ പ്രത്യേകിച്ചൊരു സമയമൊന്നുമില്ല. എനിക്ക് ഇതൊക്കെ പൊട്ടിയായി ശരിയാക്കണമെന്ന് തോന്നുന്ന സമയത്ത് ഞാൻ ചെയ്യും കേട്ടോ. അങ്ങനെയാണ് എൻ്റെ കാര്യം. അല്ലാതെ മാസത്തിലൊരിക്കലും ഇങ്ങനെ ചെയ്യണം അങ്ങനെയൊന്നുമില്ല. ചിലപ്പോൾ മാസത്തിൽ 2 വട്ടവും ചെയ്യും കേട്ടോ. അത് നമുക്ക് തോന്നൂലേ, അങ്ങനെ കേട്ടോ ഞാൻ ചെയ്യൽ. പരിപ്പ് പൊട്ടിച്ച വഴിക്ക് കുറച്ച് പോയിട്ടുണ്ടായി, അത് കുഴപ്പമില്ല. ഇതാ ഈ 2 ബൗളിലെടുത്ത് വെച്ചിട്ടുള്ളത് കുപ്പി കഴുകാൻ നേരത്ത് അതിൽ ബാക്കി ഉണ്ടായിരുന്ന സാധനങ്ങളാട്ടാ. അപ്പോൾ അത് ഞാനൊരു ഇതിലേക്ക് മാറ്റി വെച്ചതാണ്. റീഫിൽ ചെയ്തതിന് ശേഷം ഏറ്റവും മുകളിലായിട്ട് ഇതിട്ട് കൊടുക്കാമെന്ന് വെച്ചിട്ട് പിന്നെ ഉണ്ടല്ലോ, ഞാനിപ്പോൾ ഇതൊന്ന് ക്ലീൻ ചെയ്തുകൊണ്ട് ഇങ്ങനെ നിറച്ച് വെച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്ന ഈ ഒരു സമയത്ത് പെട്ടെന്ന് ഡൈനിങ് ടേബിളിൻ്റെ മുകളിലുണ്ടായിരുന്ന ആ ഒരു ടിഷ്യൂ ബോക്സിൽ ടിഷ്യൂ തീർന്നിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ ഇന്നലെ തീർന്നിട്ടുണ്ടായതാണ്. അപ്പോൾ ഞാൻ നിറച്ച് വെക്കണം എന്ന് കരുതിയിട്ട് പിന്നെ മറന്നു പോയിട്ട് പോയതാട്ടാ. അപ്പോൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഞാനത് എൻ്റെ ആ ബോക്സ് അവിടെ ഇരിക്കണം കണ്ടപ്പോൾ ഞാൻ ഓർത്തിട്ട് ഞാൻ വേഗം പോയി അത് ചെയ്യാട്ടാ. ഇല്ലെങ്കിൽ ഞാൻ പിന്നെയും വിട്ടുപോകും അത്. ഞാനിങ്ങനെ ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ വേറെ പണിക്കൊക്കെ പോകൂട്ടാ. പിന്നത്തേക്ക് ഞാൻ വെക്കില്ല. കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മറന്നു പോകും. പിന്നെ അതൊന്നും എപ്പോഴും നോക്കാത്തൊരു കാര്യമല്ലേ. അപ്പോൾ കിച്ചണിൽ ഈ ഒരു സ്പേസിലാട്ടാ ഞാൻ എൻ്റെ ഈ ഒരു ഇങ്ങനത്തെയുള്ള ഐറ്റംസൊക്കെ, കടല, പരിപ്പ്, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വെക്കൽ. അപ്പോൾ ഇതും അവിടെ അതുപോലെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുകയാണ്. കണ്ട ഈ ചെറിയ ഇങ്ങനത്തെ പൊടി ഉണ്ടാവും, അങ്ങനെ ഒത്തിരി ഉണ്ടാവില്ലെങ്കിലും ഉണ്ടാവും, പൊടിയൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് ഇടയ്ക്ക് ഇങ്ങനെ ക്ലീൻ ചെയ്തില്ലെങ്കിൽ പിന്നെ ആകെ അത് കറയൊക്കെ പിടിച്ച് നാശാവില്ലേ. അപ്പോൾ ഞാനിങ്ങനെ ഇടയ്ക്കൊന്ന് ചെയ്ത് കൊടുക്കലുണ്ട്. അപ്പോൾ ഈ ഒരു ഏരിയയിൽ എനിക്ക് ഡെയിലി ആവശ്യമുള്ളത് കാര്യങ്ങളെല്ലാതും ഇങ്ങനത്തെ ഈ എന്താ പറയുക കാര്യങ്ങളൊക്കെ ഇല്ലേ, അതെല്ലാം വെക്കൽ ഈ ഒരു സ്പേസിലായിട്ട്. ഇതൊരു വലിയൊരു ഈ ഒരു കബോർഡിൻ്റെ ഒരു ഭാഗത്തുള്ള ഒരു, അതായത് സ്റ്റൗവിൻ്റെയൊക്കെ നേരെ മുകളിലായിട്ട് വരുന്നൊരു ഇതാട്ടത്.
അപ്പം ഈ ഒരു പ്ലേസിലാണ് ഞാൻ ശരിക്കും ഡെയിലി നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം വെക്കൽ. അതായത് ഓയിൽ സ്പ്രേയറും ഗീ, ഇങ്ങനെയുള്ള വിനീഗർ, ഇങ്ങനെ നമുക്ക് ഡെയിലി ആവശ്യം വരുന്ന കാര്യങ്ങളില്ലേ, അതുപോലെ തന്നെ ഇങ്ങനത്തെ പാസ്ത, റൈസ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാതും വെക്കൽ. ഇതൊരു വലിയ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു വലിയ ഒരു എന്താ പറയുക, ഒരു സ്റ്റോറേജ് സ്പേസ് ആട്ടത്. അപ്പോൾ ഇതിനുള്ളിൽ വെച്ച് കഴിഞ്ഞാൽ എനിക്കിങ്ങനെ ഞാനിതിങ്ങനെ പറഞ്ഞ് ചെയ്യിപ്പിച്ചിട്ടുള്ളതായിരുന്നു. കാര്യം എന്താ വെച്ചാൽ എനിക്കിങ്ങനെ ഒത്തിരി തുറക്കുടയ്ക്കൊന്നും താല്പര്യമില്ല ഡെയിലി കുക്ക് ചെയ്യുന്ന സമയത്ത്. പിന്നെ മറ്റുള്ളിടത്തൊക്കെ നമുക്ക് എപ്പോഴും ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെയാണ് വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതങ്ങനെ. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഞാൻ ആ ഒരു റൊട്ടേറ്റിംഗ് ട്രേ യൂസ് ചെയ്യലുണ്ട്. അതും കൂടി ഒന്ന് ക്ലീൻ ചെയ്യാനായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ ആട്ടയും മൈദയും ഒക്കെ ഇല്ലേ, അത് മാത്രമാണ് പൊടികളിൽ, അത് മാത്രമാണ് ഞാനിങ്ങനെ കുപ്പികളിലാക്കി വെക്കുക. വലിയ കുപ്പി, ഇതിപ്പോൾ ഒരു 2 ലിറ്ററിൻ്റെ എന്തോ എല്ലാം അങ്ങനെ എന്തോ വരുന്ന കുപ്പിയാട്ടോ ഇത്. പിന്നെ ഈ ഒരു റൊട്ടേറ്റിംഗ് ട്രേ ഉണ്ട്. ഇതിൽ ഞാൻ നെയ്യും പിന്നെന്താ പുളി, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇല്ലേ, സോസുകൾ, അങ്ങനത്തെ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ ഇല്ലേ, അതെല്ലാം ഈ ഒരു റൊട്ടേറ്റിംഗ് ട്രേയിലാട്ടാണ് ഞാൻ വെക്കൽ. അപ്പോൾ ഈ ഒരു എന്താ പറയുക, റൊട്ടേറ്റിംഗ് ട്രെയിൻ്റെ അടിഭാഗത്തും ഈ ഓയിലൊക്കെ വെച്ചിട്ടുള്ളത്, സോസൊക്കെ വെച്ചിട്ടുള്ളതുകൊണ്ട് തന്നെ കുറച്ചൊക്കെ ഇങ്ങനെ വീണിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ അതും കൂടെ ഇങ്ങനെ കപ്പോർഡ് ക്ലീൻ ചെയ്യുന്ന ഒരു സമയത്ത് ഞാനത് തുടച്ച് വെച്ച് കൊടുക്കലുണ്ട്. അപ്പോൾ ഇതിൽ ഇങ്ങനെ നോക്കിയാലും ഡെയിലി എടുക്കുകയും വെക്കുകയൊക്കെ ചെയ്യണതാകുമ്പോൾ അതിനകത്ത് നെയ്യൊക്കെ ചില സമയത്ത് ഓരോന്നൊക്കെ ആയിട്ടുണ്ടാവും, വീണിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്തില്ലെങ്കിൽ ആകെ പൊട്ടയായിട്ടുണ്ടാവും. അപ്പോൾ ഇതാ ഈ ഒരു കപ്പോർഡിൽ ഈ ഒരു സ്പേസിൽ തന്നെയാണ് ഞാൻ ഈ ഒരു റൊട്ടേറ്റിംഗ് ട്രേയും വെക്കൽ. അതിൽ 2 തരത്തിലുള്ള പുളികളില്ലേ, കൊടംപുളിയും പിന്നെ മറ്റേ പുളിയില്ലേ, അതും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഈ ഒരു റൊട്ടേറ്റിംഗ് ട്രെയിൻ്റെ ഉള്ളിൽ ഒത്തിരി സാധനങ്ങൾ കൊള്ളൂട്ടോ. അതായത് ഇപ്പം നിങ്ങൾ ഈ കാണുന്ന പോലെ തന്നെ അത്യാവശ്യം വേണ്ടുന്ന സാധനങ്ങളെല്ലാം ഇതിനുള്ളിലേക്ക് വെക്കാൻ പറ്റും. ഇതാകുമ്പോൾ നമുക്കിങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നിലുള്ള സാധനമൊക്കെ ഈസിലി എടുക്കാൻ പറ്റൂട്ടോ. മറ്റേ നമ്മളങ്ങനെ ഇങ്ങനെ സ്റ്റാക്ക് ചെയ്ത് വെക്കുന്ന സാധനമൊക്കെ ആകുമ്പോഴേക്കും അത്ര ഈസി അല്ലല്ലോ. ഇതുപോലെ അത്ര ഈസി അല്ല കേട്ടോ. കാര്യം എന്താ വെച്ചാൽ ഞാൻ മുമ്പത് ട്രൈ ചെയ്ത്, ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുന്നതിന് മുന്നേ ഞാൻ അതായിരുന്നു ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നത് കുറേ നാൾ. പക്ഷെ അത് കുഴപ്പമില്ല എന്ന് പറയാനേ പറ്റുള്ളൂ. ഒന്ന് ശ്രദ്ധിച്ചൊക്കെ എടുക്കേണ്ടി വരും. ഇല്ലെങ്കിൽ ചിലപ്പം ഒരെണ്ണം പെട്ടെന്ന് എടുക്കുന്ന സമയത്ത് തട്ടിമറിഞ്ഞ് ഇങ്ങനെ വീഴുകയൊക്കെ ചെയ്യുമല്ലോ. ഇതാകുമ്പോൾ ഒരു പ്രശ്നമില്ല. ഒന്ന് തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ബാക്കിലുള്ള സാധനങ്ങൾ ഫ്രണ്ടിലേക്ക് വരികയും അങ്ങനെ നമുക്ക് ഈസിലി എടുക്കാൻ പറ്റൂട്ടാ. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇങ്ങനത്തെ റൊട്ടേറ്റിംഗ് ട്രേസ് വാങ്ങിച്ചൊന്ന് യൂസ് ചെയ്ത് നോക്കിക്കോളൂ. അത് ആമസോണിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള സാധനം കേട്ടോ. റൊട്ടേറ്റിംഗ് ട്രേന്ന് സെർച്ച് ചെയ്താൽ മതി, അത് കിട്ടും. അപ്പോൾ ഈ ഒരു ഭാഗം നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കി സാധനങ്ങളൊക്കെ റീഫിൽ ചെയ്ത് ലേബൽ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിലൊരു കവറിൽ പാസ്ത കുറച്ചിരിക്കണില്ലേ, അത് ആ കുപ്പിമ നിറച്ചപ്പോൾ ബാക്കി വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. അത് ഞാൻ അങ്ങനെ ഒരു കവറിൽ ഇട്ട് വെച്ചതാണ്. ഇങ്ങനെ തന്നെ ഇവിടെ തന്നെ ഇങ്ങനെ വെക്കുമ്പം പെട്ടെന്ന് അത് തന്നെ ആദ്യം എടുക്കും കേട്ടോ. അതിനുശേഷം കുപ്പിയിലുള്ളത് എടുക്കുള്ളൂ. അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു കവറിലാക്കിയിട്ട് ഫ്രണ്ടിൽ തന്നെ വെച്ച് കൊടുക്കുകയാണ്. ായിട്ട് ഞാൻ വെച്ചിട്ടുള്ളത് ബാക്കിയുള്ള റീഫിൽ ചെയ്യാനുള്ളതും അതുപോലെ തന്നെ പുതിയതായിട്ട് പൊട്ടിക്കാത്ത പാക്കറ്റുകളിലുള്ള സ്പൈസസും കാര്യങ്ങളൊക്കെയാണ് മുകളിൽ വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇതാ ഈ ഒരു സ്പൈസൊക്കെ ഓർഗനൈസ് ചെയ്ത് വെക്കുന്ന ഒരു സ്ഥലമുണ്ട് കേട്ടോ. എനിക്ക് ഇതിൽ ചിലതൊക്കെ തീർന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റണില്ലേ, അത് ചിലതൊക്കെ തീർന്നിട്ടുണ്ട്. അതും കൂടി ഒന്ന് നിറച്ച് വെച്ച് കൊടുക്കാനുണ്ട്. അപ്പോൾ ഈ ഒരു ബോക്സിലാട്ടാ ഞാൻ അങ്ങനത്തെ പട്ട, ഗ്രാമ്പൂ, ഏലക്ക ഇങ്ങനത്തെയുള്ള സാധനങ്ങളൊക്കെ വെക്കൽ. ഇതാകുമ്പോൾ ഈ ഒരു ബോക്സ് മാത്രം പുറത്തെടുത്താൽ മതിയല്ലോ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ ഈ ചെറിയ കുപ്പിമ ഞാൻ ഈ പട്ട, ഗ്രാമ്പൂ, ഏലക്കയൊക്കെ നിറച്ച് വെച്ച് കൊടുക്കില്ലേ, അത് നമ്മുടെ ചെറിയ ചെറിയ റെസിപ്പീസിനൊക്കെ വേണ്ടിയിട്ടുള്ളതാണ്. എടുക്കാൻ വേണ്ടിയിട്ട് എനിക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ട് അങ്ങനെ നിറച്ച് വെച്ച് കൊടുക്കും. ഈ ഗീ റൈസ് അതുപോലെ തന്നെ ചായയിലേക്കൊക്കെ എന്താ പറയുക ഏലക്കയൊക്കെ ഇട്ട് കൊടുക്കില്ലേ ചില സമയത്ത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എനിക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ട് അങ്ങനെ നിറച്ച് വെച്ച് കൊടുക്കണ്ട. ഈ ഗരം മസാലയൊക്കെ ഉണ്ടാക്കാൻ നേരത്ത് ഞാൻ ഈ പാക്കറ്റിൽ നിന്ന് തന്നെ എടുക്കില്ല. കാര്യം അത് ക്വാണ്ടിറ്റി കൂടുതൽ വേണ്ടേ. അപ്പോൾ അങ്ങനെ ജസ്റ്റ് ഒന്ന് പറഞ്ഞേ ഉള്ളൂ കേട്ടോ. അതിനുശേഷം ഇതൊന്ന് വീണ്ടും അറേഞ്ച് ചെയ്ത് വെച്ച് കൊടുക്കുകയാണ്.
ഇതുമ്മ ഇങ്ങനെ സ്റ്റിക്കർ ഒട്ടിച്ചിട്ടില്ലേ, ഇങ്ങനെ ഓരോന്നിൻ്റെ പേര്, എനിക്കത് അത്ര വലിയ താല്പര്യമൊന്നും ഇല്ല. എനിക്കിങ്ങനെ പ്ലെയിൻ ആയിട്ട് ഇരിക്കുന്നത്, ഞാൻ മുമ്പൊരു വീഡിയോയിലും പറഞ്ഞിട്ടില്ലേ, എനിക്ക് പ്ലെയിൻ ആയിട്ടുള്ള ബോട്ടിൽസ് കാണാനാണ് ഇഷ്ടം. ഇങ്ങനെ സ്റ്റിക്കർ ഒട്ടിച്ച് വെക്കുന്നത് എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. പിന്നെ എനിക്ക് ഈ ഒരു കുപ്പി വാങ്ങിച്ചപ്പോൾ കിട്ടിയ സ്റ്റിക്കേഴ്സ് ആട്ടോ ഇത്. അതിൽ പ്രിൻ്റ് ചെയ്ത് തന്നെ വന്നിട്ടുണ്ടായിരുന്നത് ഇങ്ങനെ ഓരോന്നിൻ്റെയും പേര്. അപ്പോൾ അല്ലാണ്ട് ഞാൻ പ്രത്യേകിച്ച് സ്റ്റിക്കേഴ്സ് വാങ്ങിച്ചതൊന്നുമല്ല. പ്രത്യേകിച്ച് വാങ്ങിക്കാൻ കിട്ടൂല, സെപ്പറേറ്റ് ആയിട്ട് വാങ്ങിക്കാൻ കിട്ടും. ഇത് പക്ഷേ എനിക്ക് കുപ്പീൻ്റെ കൂടെ കിട്ടിയിട്ടുള്ളതായിരുന്നു. അപ്പം നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഒട്ടിക്കാൻ വേണ്ടിയിട്ട്. എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല, പക്ഷെ എന്നാലും അതിങ്ങനെ വെറുതെ കിട്ടിയതിങ്ങനെ വെറുതെ ഇരിക്കണ കണ്ടപ്പോൾ ഞാനത് മേലേക്ക് ഒട്ടിച്ച് വെച്ച് കൊടുത്തു എന്നേ ഉള്ളൂ. ഇതൊന്നും ഈ സ്പൈസസിലൊന്നും അങ്ങനെ സ്റ്റിക്കർ ഒട്ടിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും, പട്ടയും ഗ്രാമ്പൊക്കെ കണ്ട ആർക്കായാലും മനസ്സിലാവില്ലേ. അപ്പോൾ പിന്നെ എല്ലാതും ഒന്ന് ഇവിടെ ഈ ഒരു സ്പേസിൽ ഞാനൊന്ന് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഞാനത് കടയിലേക്ക് വന്നിട്ടുണ്ടായതായിരുന്നു ബീഫ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. ഇന്ന് ഉച്ചയ്ക്ക് ബീഫ് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ബീഫിൻ്റെ ഭാഗങ്ങൾ ഇങ്ങനെയാട്ടാ കിട്ടുക, ഓരോരോ ഭാഗങ്ങൾ ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ളത് വാങ്ങിക്കാമല്ലോ. അപ്പോൾ ഞാൻ ബീഫ് വാങ്ങിക്കാൻ വേണ്ടി വന്നതാണെങ്കിലും ചിക്കനും അങ്ങനെയുള്ള കാര്യങ്ങളും കൂടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീട്ടിലെത്തിയതിന് ശേഷം ആദ്യം ഈ ഒരു ഞാൻ പറഞ്ഞില്ലേ, ബീഫ് വാങ്ങിക്കാൻ പോയതാണെങ്കിലും ചിക്കനും കൂടിയിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചിക്കൻ വാങ്ങിച്ച സ്ഥിതിക്ക് ഒരു ചിക്കൻ ഫ്രൈയും കൂടെ ഉണ്ടാക്കിയേക്കാന്ന് കരുതിയിട്ട് അതിന് വേണ്ടിയിട്ടുള്ള ഈ മുളക് ഒന്ന് ബോയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുകയാണ്. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ചോറല്ല, പുട്ടാണ് ഉണ്ടാക്കണത് കേട്ടോ. പുട്ടും ബീഫ് കറിയും ഉണ്ടാക്കാനാണ് ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ചിക്കനും കൂടെ കിട്ടിയപ്പം ഇപ്പോൾ കുറേ ആയി ചിക്കൻ ഫ്രൈ ചെയ്തിട്ട്, കുറച്ച് മാസങ്ങളായി. അപ്പം ഞാൻ കരുതി എന്നാൽ ചിക്കൻ ഫ്രൈയും കൂടിയിട്ട് ഉണ്ടാക്കിയേക്കാന്ന്. നല്ല ഫ്രഷ് ആയിട്ടുള്ള ചിക്കൻ കണ്ടപ്പോൾ എനിക്ക് ഫ്രൈ ഉണ്ടാക്കാൻ തോന്നിയതാട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് മുളകൊന്ന് എന്താ പറയുക തിളപ്പിക്കാൻ വേണ്ടി വെച്ചതാണ്. ഇതിനിടയ്ക്ക് ബീഫിലേക്ക് വേണ്ടുന്ന ഉള്ളിയൊക്കെ ഞാൻ നന്നാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നന്നാക്കി കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെച്ചതാണ്. അപ്പോൾ ഇതാ ബീഫിൻ്റെ ഈ ഒരു പീസാട്ടാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. ഇതൊരു 750 grams എല്ലാം ഉണ്ടാവും. അപ്പോൾ ഇത് ഒന്ന് മുറിച്ചെടുക്കുകയാണ്, കറിക്ക് വേണ്ടിയിട്ടൊന്ന് മുറിച്ചെടുക്കുകയാണ്. എനിക്ക് ഈ ബീഫ് കത്തി കൊണ്ട് കട്ട് ചെയ്യണതിനെക്കാട്ടിലും ഇങ്ങനെ സിസർ വെച്ചിട്ട് കട്ട് ചെയ്യുമ്പോഴാട്ടോ എനിക്ക് കൂടുതൽ ഈസി ആയിട്ട് തോന്നിയിട്ടുള്ളത്. അത് ചിലപ്പോൾ എനിക്ക് മാത്രം തോന്നുന്ന കാര്യമായിരിക്കും. എനിക്കിങ്ങനെ കട്ടിംഗ് ബോർഡിൽ കത്തി വെച്ചിട്ട് ഇങ്ങനെ ബീഫ് കട്ട് ചെയ്തെടുക്കുമ്പം ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ട്. പക്ഷേ ഇതാകുമ്പോൾ അങ്ങനെയല്ല കേട്ടോ. ഇത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് പീസസ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇതാ ബീഫ് അല്ലാതെ ഞാനിവിടെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ടൊന്ന് കഴുകി എടുക്കുകയാണ്. കുറച്ച് വിനീഗർ ഞാൻ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ കുറച്ച് ഉപ്പും കൂടി ഇട്ടൊന്ന് കഴുകി എടുക്കുകയാണ്. ഞാനിങ്ങനെ ചെയ്യലുണ്ട് കേട്ടോ. അങ്ങനെ ചെയ്യണമെന്നൊന്നും ഇല്ല, ഞാൻ അങ്ങനെ ചെയ്യണമെന്നേ ഉള്ളൂ. അപ്പോൾ അതൊന്ന് വീഡിയോയിൽ കാണിച്ചതാട്ടാ. ചിലർ ചെയ്യും, ചിലർ ചെയ്യില്ല, അങ്ങനെയാണല്ലോ. അപ്പോൾ ഞാനിത് ചെയ്യൂട്ടാ. ചില സമയത്ത് വിനീഗർ മാത്രം വെച്ചിട്ടും കഴുകലുണ്ട്. അപ്പോൾ എന്തായാലും അതങ്ങനെ. അപ്പോൾ ഇതൊന്നിനി നന്നായിട്ടൊന്ന് കഴുകി എടുക്കാനുണ്ട്. അപ്പോൾ ബീഫെല്ലാം നന്നാക്കി മാറ്റി വെച്ചിട്ടുണ്ട്, കഴുകി മാറ്റി വെച്ചിട്ടുണ്ട്. ആ ഒരു സമയത്ത് ആ ഒരു നമ്മൾ കട്ട് ചെയ്യാനൊക്കെ യൂസ് ചെയ്ത ആ ഒരു സ്പേസില്ലേ കൗണ്ടർ ടോപ്പിൽ, അതും കൂടി ഒന്ന് ക്ലീനർ വെച്ചിട്ടൊന്ന് ക്ലീൻ ചെയ്ത് വെക്കുകയാണ്. കൗണ്ടർ ടോപ്പുമ്പോൾ അടിച്ച ക്ലീനർ സ്പ്രേ ചെയ്തിട്ടുണ്ടായിരുന്നത് ഞാൻ അപ്പം തന്നെ വൈപ്പ് ചെയ്ത് മാറ്റിയിട്ടുണ്ടായി. ഈ സിങ്കിലേക്ക് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഞാനൊരു 5 മിനിറ്റെല്ലാം അങ്ങനെ ഇടും കേട്ടോ. അതിനുശേഷം മാത്രമാണ് അത് വെള്ളം ഒഴിച്ച് കഴുകി കളയുള്ളൂ. അപ്പോൾ എന്തായാലും എനിക്ക് ഇപ്പോൾ ഈ ഒരു കുറച്ച് 5-10 മിനിറ്റത്തേക്ക് സിങ്ക് ആവശ്യമില്ലല്ലോ, ഞാനിനി കുക്ക് ചെയ്യാൻ പോവല്ലേ. അപ്പോൾ അതുകൊണ്ട് അവിടെ അങ്ങനെ ക്ലീനർ ഒഴിച്ചിട്ടതാണ്. ഞാൻ യൂസ് ചെയ്യണത് മെത്തേഡിൻ്റെ ഓൾ പർപ്പസ് ക്ലീനറാണ് കേട്ടോ. എപ്പോഴും ഞാൻ അത് തന്നെയാണ് യൂസ് ചെയ്യൽ.
ആദ്യം ഇതാ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചിക്കനിലേക്ക് മസാലയൊന്ന് തേച്ച് വെക്കാമെന്ന് കരുതിയിട്ട് നിന്നത്. ഇത് ഇപ്പോൾ കുക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന മുളക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കുഞ്ഞുള്ളിയും കൂടെ ഇട്ട് കൊടുത്തിട്ടൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അതാ ഇതിലേക്ക് ചേർത്ത് കൊടുത്തത്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു സമയത്ത് ഇതിന്ന് കുറച്ച് മസാലയിൽ എടുത്തതിന് ശേഷം ഈ ഒരു തേങ്ങയിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് അവസാനം ആ ചിക്കനിലേക്ക് ഒന്ന് മൂപ്പിച്ചിടാൻ വേണ്ടിയിട്ടാട്ടോ. അതിനുശേഷം അതിലേക്ക് ആ മസാല നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു റെസിപ്പിയിലേക്ക് പെരുംജീരകത്തിൻ്റെ പൊടിയും കൂടിയിട്ട് ആവശ്യമുണ്ട്. അത് തീർന്നു പോയിട്ടുണ്ടായി. അപ്പോൾ ഞാനിത് ഇങ്ങനെ മസാല ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് അതിലേക്ക് ചേർക്കണമല്ലോ എന്ന് ഓർത്തപ്പോഴാട്ടോ ഇതിൻ്റെ ഈ പൊടി തീർന്നു പോയത് ഓർത്തത്. അങ്ങനെ പെട്ടെന്ന് അതൊന്ന് ഫ്രൈ ആക്കി ഒന്ന് റോസ്റ്റ് ചെയ്തതിന് ശേഷം ഒന്ന് പൊടിച്ചെടുക്കാമല്ലോ, അങ്ങനെ അതൊന്ന് പെട്ടെന്ന് ചെയ്തെടുത്തായിരുന്നു. ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഗരം മസാലയും പെരുംജീരകത്തിൻ്റെ പൊടിയും അതുപോലെ തന്നെ വിനീഗറും കൂടിയിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത്രയും കൂടി ചേർത്തതിന് ശേഷം നമ്മുടെ നന്നാക്കി വെച്ചിട്ടുള്ള ചിക്കനും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. അപ്പോഴത്തേക്ക് നമുക്ക് ബീഫൊക്കെ റെഡിയാക്കി എടുക്കുന്ന ആ ഒരു സമയമാകുമ്പോഴേക്കും ഇത് എന്താ പറയുക നന്നായിട്ട് മസാലയൊക്കെ പിടിച്ച് റെഡി ആയിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ചിക്കൻ ആദ്യം ഒന്ന് മാരിനേറ്റ് ചെയ്ത് മാറ്റി വെക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിനിടയ്ക്ക് ഇത് ചെയ്ത് കൊണ്ടിരുന്നപ്പോഴായിരുന്നു ഈ ക്ലിംഗ് റാപ്പിൻ്റെ ഈ ഒരു ഹോൾഡറിൽ അത് തീർന്നു പോയിട്ടുണ്ടായി, ക്ലിംഗ് റാപ്പ് തീർന്നു പോയിട്ടുണ്ടായി. അപ്പോൾ അതും കൂടി ഒന്ന് എന്താ പറയുക എടുത്ത് വെക്കാമെന്ന് കരുതിയിട്ട്, പിന്നെ അല്ലെങ്കിൽ ഞാൻ എപ്പോഴും ഇങ്ങനെ അപ്പം തന്നെ ചെയ്ത് വെക്കൂട്ടാ. ഇപ്പോൾ എനിക്ക് എന്തായാലും ഇപ്പോൾ ഇനി ക്ലിംഗ് റാപ്പ് എനിക്ക് ആവശ്യമില്ല, ഓൾറെഡി ചെയ്ത് വെച്ചുല്ലോ. പക്ഷെ എന്നാലും ഞാൻ പിന്നെ ചെയ്യുമ്പോഴത്തേക്ക് അത് റെഡിയാക്കി വെക്കാമെന്ന് ചെയ്യലില്ല കേട്ടോ. ഞാനങ്ങനെ അപ്പം തന്നെ അത് ചെയ്ത് വെക്കും. ഇനി എത്ര പണിയുണ്ടെങ്കിലും ഇങ്ങനത്തെ കാര്യം ഞാൻ അപ്പം തന്നെ അത് ലോഡ് ചെയ്ത് വെക്കും. കാര്യം പിന്നെ എടുക്കുമ്പോൾ ചിലപ്പം വേറെ എന്തെങ്കിലും അത്യാവശ്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും ഇത് ആവശ്യം വരിക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇത് നിറച്ച് വെക്കാനും ഒക്കെ ബുദ്ധിമുട്ടാവില്ലേ. അപ്പോൾ അതുകൊണ്ട് ഇത് മാത്രമല്ല, എല്ലാ ജോലികളും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ പെട്ടെന്ന് തന്നെ തീരുമ്പോൾ തന്നെ അത് ചെയ്ത് വെക്കും കേട്ടോ. ഇങ്ങനത്തെ ഈ ഒരു ക്ലിംഗ് റാപ്പ് ഡിസ്പെൻസറിനും നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ഇത് ഭയങ്കര യൂസ്ഫുൾ ആട്ടോ. ഇത് നമ്മൾ ആ ഒരു ക്ലിംഗ് റാപ്പ് വരുന്ന ആ കവറിൽ നിന്ന് എടുത്ത് യൂസ് ചെയ്യുന്നതിനെക്കാട്ടിലും ഇങ്ങനെയുള്ള ഇതിലേക്ക് ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് പറ്റൂട്ടോ. ഇങ്ങനെ എന്താ പറയുക, ഇങ്ങനെ നമ്മൾ ചിലപ്പോൾ ആ കവറുമ്മ വെച്ചിട്ടുണ്ടെങ്കിൽ എടുക്കുമ്പോൾ ഇങ്ങനെ എന്താ പറയുക ഇത് വീഴിലേക്ക് എടുക്കാൻ പറ്റാണ്ടാവില്ലേ, എന്താ പറയുക കുരുങ്ങി പോവുകയൊക്കെ ചെയ്യില്ലേ. പക്ഷേ ഇതങ്ങനെ ഇല്ല കേട്ടോ. ഇതിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് എടുക്കേണ്ട അതേ ഒരു ഇതിൽ കിട്ടുകയൊക്കെ ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അതും വാങ്ങിച്ചൊന്ന് യൂസ് ചെയ്ത് നോക്കൂ, നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇഷ്ടമാവും കേട്ടോ. അതുകൊണ്ട് പറഞ്ഞതാണ്. എനിക്കൊരു ക്ലിംഗ് റാപ്പ് ഡിസ്പെൻസർ നല്ല യൂസ്ഫുൾ ആട്ടോ കിച്ചണിൽ. ബീഫ് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. ബീഫ് കുക്കാക്കാനായിട്ട് ഞാൻ കുക്കറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ബീഫിലേക്ക് എന്താ പറയുക ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അതുപോലെ തന്നെ കുറച്ച് സവോള. സാധാരണയായിട്ട് ഞാൻ കുഞ്ഞുള്ളി ഇട്ടിട്ടാണ് കുക്ക് ചെയ്യൽ, പക്ഷേ കുഞ്ഞുള്ളി ഇല്ലാത്ത കാരണം ഞാൻ സവോളയായിരുന്നു അതിനകത്തേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ വേപ്പില, കുറച്ച് ഗരം മസാല, മല്ലി, മുളക്, ഇങ്ങനെയുള്ള മഞ്ഞൾപ്പൊടി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇട്ടതിന് ശേഷം ബീഫ് ഒന്ന് കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഇതൊന്ന് അല്ലാണ്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാനും കൂടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു കാസ്റ്റേൻ്റെ പാനാണ് ഞാൻ വെച്ചിട്ടുള്ളത്. ഇതിലേക്ക് കാസ്റ്റേൻ്റെ പാത്രത്തിലേക്കൊക്കെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഈ ബീഫിൻ്റെ കറിക്കൊക്കെ ഭയങ്കര സ്വാദായിട്ട് ഉണ്ടാവുക. അപ്പോൾ ഞാനൊരു കാസ്റ്റേൻ്റെ പാത്രമാണ് വെച്ചിട്ടുള്ളത്. അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും, പിന്നെ ഇതെല്ലാം കുറച്ച് മാത്രം ഇഞ്ചി വെളുത്തുള്ളി, പിന്നെ എന്താ പറയുക ഉള്ളിയില്ലേ
സവാള അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. പിന്നെ ഇതിലേക്ക് മുളകും മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടി പിന്നെ അങ്ങനത്തെ പൊടികളെല്ലാം വീണ്ടും കുറച്ചും കൂടെ വളരെ കുറച്ച് മാത്രം ചേർക്കുന്നുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഭയങ്കര ചുമന്ന കളറിൽ തോന്നുന്നത് അത് കശ്മീരി മുളകായിട്ട്, ഞാൻ മറ്റേ മുളക് യൂസ് ചെയ്തിട്ടില്ല, കശ്മീരി മുളക് മാത്രമാണ് ഇതിലേക്ക് യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അതും കൂടി ഇട്ടൊന്ന് റോസ്റ്റ് ചെയ്തതിന് ശേഷം കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ബീഫ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ ഇതെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ എന്താ പറയുക, ആ ഒരു ഉള്ളിയൊക്കെ വഴറ്റിയ ഒരു സമയത്ത് കുറച്ച് ഗരം മസാലയും കൂടിയിട്ട് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ടായി. അതുപോലെ തന്നെ കുരുമുളകിൻ്റെ പൊടിയും ചേർത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം കുക്ക് ചെയ്ത ബീഫും കൂടി ഇട്ടിട്ട് ഒന്ന് അടച്ച് വെച്ചതാട്ടാം. ഇതൊന്ന് കുറുകി വരാനായിട്ട് കറിയൊക്കെ ബീഫ് നന്നായിട്ട് അത്യാവശ്യം വെന്തത് തന്നെയാണ്, എന്നാലും ഒന്നും കൂടി ഒന്ന് ഇതാവാനായിട്ട് ഞാനൊന്ന് അടച്ച് വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കുകയാണ്. ആ ഒരു സമയത്ത് അപ്പുറത്തെ ബർണറിൽ ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്യാനുള്ള പാൻ വെച്ചിട്ടുണ്ട്. ചിക്കൻ ഫ്രൈ ചെയ്യാനും ഞാൻ കാസ്റ്റ് ചെയ്യേണ്ട പാത്രം തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഇതാകുമ്പോഴത്തേക്ക് നല്ല മൊരിഞ്ഞ് കിട്ടും കേട്ടോ. ചൂടായി വരാനായിട്ട് കുറച്ച് സമയം എടുക്കും, പക്ഷേ ചൂടായി കഴിഞ്ഞാൽ നല്ലോണം ചൂട് അതിൽ നിൽക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ അതിലേക്കും ഞാൻ വെളിച്ചെണ്ണ തന്നെയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു ചിക്കനില്ലേ, അതെല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. എന്താ പറയുക, ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാട്ടോ ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇതിലല്ലാണ്ട് തീ ഒരു മീഡിയം ഫ്ലെയിമിലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഇതായിപ്പോവും, കാസ്റ്റ് ചെയ്യേണ്ട പാത്രമല്ലേ. അപ്പോൾ ചിക്കൻ എല്ലാതും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ എൻ്റെ അടുത്ത് എപ്പോഴും മിക്ക വീഡിയോസിലും ഞാൻ ഒരു കമൻറ്റെങ്കിലും കാണലുണ്ട്, കുക്ക് വെയർ കളക്ഷൻ കാണിക്കുമോ എന്ന് ചോദിച്ചിട്ട്. അത് ഞാൻ ചെയ്യാട്ടാ. ഇതെല്ലാം കൂടി എടുത്തിട്ട് ഇങ്ങനെ പുറത്തിടാനുള്ള ഒരു മടി കൊണ്ടിട്ട് ഞാൻ ആ വീഡിയോ ചെയ്യാത്ത. പക്ഷെ ഒത്തിരി മിക്ക വീഡിയോസിലും ഞാൻ ആ കമൻറ്റ് കാണലുണ്ട്. ഞാൻ ഉടനെ തന്നെ അത് ചെയ്യാട്ടാ. ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് പച്ചമുളകും വേപ്പിലയും കൂടിയിട്ട് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്, വെറുതെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. അതിനുശേഷം ആ ഒരു പാത്രം ഒന്ന് അടച്ചു വെച്ച് കൊടുത്തിട്ടുണ്ട്. അടയ്ക്കണമെന്നൊന്നും ഇല്ല കേട്ടോ. ഞാനിനി ഓയിലെങ്ങാനും പുറത്തേക്ക് തെറിച്ചാലോ എന്ന് വെച്ചിട്ട് അങ്ങനെ തെറിക്കലൊന്നും ഇല്ല, എന്നാലും ഞാൻ അങ്ങോട്ട് അടച്ചു വെച്ചെന്നേ ഉള്ളൂ. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് ബീഫിൻ്റെ കറി ഇവിടെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് മല്ലിയില കുറച്ച് ചേർത്ത് കൊടുക്കുകയാണ്. എനിക്ക് മല്ലിയില ചേർക്കുന്നത് അത്ര ഇഷ്ടമൊന്നുമല്ല കേട്ടോ. ഇവിടെ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞിട്ട് ഇപ്പം മല്ലിയില ഇരുന്നത് കാരണം ചേർത്ത് കൊടുക്കുന്നതാണ്. എനിക്ക് അങ്ങനെ മല്ലിയില ഒരുപാട് ഇങ്ങനെ വാരി കറികളിലേക്കൊന്നും ഇട്ടുന്നത് എനിക്കത് അത്ര ഒരു താല്പര്യമില്ല. മല്ലിയിലേൻ്റെ ആ ഒരു കുത്ത് എനിക്ക് അത്ര ഒരു ഇഷ്ടമല്ല. കുഴപ്പമില്ല എന്നേ ഉള്ളൂ. അപ്പോൾ എന്തായാലും കുറച്ച് മല്ലിയില ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ബീഫിൻ്റെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചിക്കനും ഇവിടെ റെഡിയായി വരുന്നുണ്ട്. പെട്ടെന്ന് ആവും കേട്ടോ, കാസ്റ്റ് ചെയ്യേണ്ടത് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് അത് വെന്ത് കിട്ടും. ഒരു സൈഡൊന്ന് ആയപ്പോഴേക്ക് ഞാൻ അടുത്ത സൈഡൊന്ന് തിരിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഇത് കുറച്ച് ബീഫ് കറി നല്ല സ്പൈസി ആയിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പക്ഷേ ചിക്കൻ ഫ്രൈ ഞാൻ മുളക് കുറച്ചായിട്ടാണ് എടുത്തിട്ടുള്ളത്. കാര്യം ഇത് മോൾക്കൊക്കെ കഴിക്കാനുള്ളതായതുകൊണ്ട് തന്നെ. അപ്പോൾ അത് നമുക്ക് നല്ലോണം എരിവ് വേണമെങ്കിൽ, അല്ലെങ്കിൽ പിന്നെ കുറച്ച് കശ്മീരി മുളകിൻ്റെ പൊടിയൊക്കെ ചേർത്തിട്ടുണ്ടെങ്കിൽ നല്ലോണം കളർ കിട്ടും. ഞാനിപ്പോൾ അതൊന്നും ചേർത്തിട്ടില്ല, ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണമെന്നേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടാട്ടോ അതിനകത്ത് കളറ് കുറവ്, മസാല കുറവ് പോലെ നിങ്ങൾക്ക് തോന്നുന്നത്. അത് ഞാൻ അങ്ങനെ ആക്കി എടുത്തിട്ടുള്ളതാണ്, എനിക്കൊരുപാട് വേണ്ടാത്തത് കാരണം. ചിക്കനൊക്കെ ആയപ്പോഴേക്ക് ഞാനത് ചിക്കൻ ഓയിലിൽ നിന്ന് കോരി മാറ്റുകയാണ്. ഇനി ഇതിലേക്ക് ആ തേങ്ങ ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനുണ്ടല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചിക്കൻ ഒന്ന് കോരി മാറ്റുകയാണ് കേട്ടോ. അപ്പോൾ തേങ്ങ അവിടെ നിന്ന് മൂത്ത് വരുന്ന ആ ഒരു സമയം കൊണ്ട് എൻ്റെ അടുത്ത് കുറച്ച് മുളക് ഉണ്ടായിരുന്നു കേട്ടോ. ഇത് നമ്മൾ ആ ബജിയൊക്കെ ഉണ്ടാക്കാനായിട്ട് മുളക് ബജിയൊക്കെ ഉണ്ടാക്കാൻ യൂസ് ചെയ്യുന്ന ഒരു മുളകില്ലേ, അതാട്ടാ. അത് ഫ്രിഡ്ജിലിരിക്കുന്നുണ്ടായിരുന്നതാണ്. അപ്പോൾ അത് ഞാനിങ്ങനെ ചില സമയത്തൊക്കെ ഇങ്ങനെ ചിക്കൻ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഈ ഒരു മുളക് ആ ചിക്കൻ ഫ്രൈ ആയിട്ടുള്ള ഒരു ഓയിലില്ലേ അതിലിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കൂട്ടോ. ഇങ്ങനെ കട്ട് ചെയ്ത് അതിൻ്റെ കുരുവൊക്കെ കളയൂട്ടോ. ആ സീഡ്സിന് ഭയങ്കര എരിവ് അതിന്. അപ്പോൾ അതുകൊണ്ട് ഞാനത് എടുക്കലില്ല. അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞതിന് ശേഷം ഈ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഈ ഒരു ഓയിലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കും.
ഈ മുളക് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കണതില്ലേ, ഞാൻ എപ്പോഴോ വീട്ടിൽ മുളക് ഇരുന്നപ്പോൾ അത് ഇനി ഒന്നും ചെയ്യാൻ വേറെ ഇല്ലാത്ത കാരണം ഇത് കളയേണ്ടി വരുമല്ലോ എന്ന് വെച്ചിട്ട് അന്ന് ഇതുപോലെ ചിക്കൻ ഫ്രൈ ചെയ്ത സമയത്ത് ഞാൻ അതിലേക്ക് ഇട്ടിട്ട് ഒന്ന് വെറുതെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ട്, ഇവിടെ എല്ലാവർക്കും അത് ഇഷ്ടമായി. അപ്പോൾ അതിനുശേഷം എൻ്റെ അടുത്ത് ഈ മുളക് ഉണ്ടെങ്കിൽ ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്യുന്ന ഒരു സമയത്തൊക്കെ ഇല്ലേ, ഇത് ബാക്കി ഇരിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ മുളക് ഞാനത് ആ ഓയിലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്ത് ചിക്കൻ്റെ കൂടെ ഇട്ട് കൊടുക്കും കേട്ടോ. നല്ല സ്വാദാട്ടോ അങ്ങനെ കഴിക്കാനായിട്ട്. അപ്പോൾ ആ ചിക്കൻ ഫ്രൈയും റെഡി ആയിട്ടുണ്ട്. ബീഫ് കുറച്ച് മുന്നേ റെഡി ആയിട്ടുണ്ടായിരുന്നു. പുട്ട് ഇതിനിടയിൽ കൂടി ഞാൻ ഉണ്ടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയ്ക്കാണ് ഇന്നത്തെ ഒരു വീഡിയോയിലുള്ളത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറന്നു പോകരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലും പറയണം കേട്ടോ. ലൈക്കും കൂടി പ്ലീസ് ഒന്ന് ചെയ്തേക്ക്. പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ അടുത്ത ആഴ്ച വീണ്ടും വരാം. താങ്ക് യു. ബൈ.